അതെ അതെ, ഈ മിൻകി ആരെ വിവാഹം കഴിച്ചാലും അടുത്ത ദിവസം അവളുടെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തിനുണ്ടായ അപകടത്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നത്? ബ്ലൂ വേൾഡ് കാട്ടിൽ ഒരു ആൺമാനും പെൺമാനും താമസിച്ചിരുന്നു. അവരുടെ ജീവിതം വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പെൺമാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ അവരുടെ സന്തോഷം ഇരട്ടിയായി. ഹായ്, എന്റെ കുഞ്ഞ് ഇത്ര ഭംഗിയുള്ളതാണ്, വളരെ സുന്ദരനാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്തെന്നാൽ ഇപ്പോൾ അവരുടെ കുടുംബം പൂർണ്ണമായി. എന്നാൽ പിന്നീട് ഒരു ദിവസം, നോക്കൂ, നമ്മുടെ മകൻ എത്ര വലുതായി, എന്നാൽ ഇതുവരെ ആയിട്ടും ഇവനൊന്ന് നടക്കാൻ പോലും ശ്രമിക്കുന്നില്ലല്ലോ. എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. മോനെ, നീ എന്തുകൊണ്ടാ എഴുന്നേൽക്കാത്തത്? അച്ഛാ, ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. എന്താണ് കാര്യമെന്ന് അറിയില്ല. ഇത് കേട്ടപ്പോൾ രണ്ടുപേരുടെയും സങ്കടത്തിന് അതിരുകളില്ലായിരുന്നു. അവർ രാവും പകലും തന്റെ മകനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം അവരുടെ മുൻപിൽ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട മാനുകളെ, കഴിഞ്ഞ 3 ദിവസമായി നിങ്ങൾ രണ്ടുപേരും നിർത്താതെ കരയുകയാണ്. എന്താണ് കാരണം? അവർ രണ്ടുപേരും ദേവിയോട് തങ്ങളുടെ കാര്യം പറഞ്ഞു. മറ്റൊരു കാട്ടിൽ ദുഃഖത്തിന്റെ അന്തരീക്ഷം നിറഞ്ഞു നിന്നിരുന്നു. ഒരു ആൺമാൻ തറയിലിരിക്കുന്നുണ്ടായിരുന്നു. മിങ്കി എന്നു പേരുള്ള ഒരു മാൻ അവന്റെ അടുത്തിരുന്ന് കരയുകയായിരുന്നു. നമുക്കിത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ മാൻ ഇവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമെന്ന്. നോക്കൂ, ഇപ്പോൾ അവന്റെ 4 കാലുകളും ഉപയോഗശൂന്യമായി. അവന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. അതെ അതെ, ഈ മിൻകി ആരെ വിവാഹം കഴിച്ചാലും അടുത്ത ദിവസം അവളുടെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. ഇപ്രകാരം ഓരോ മൃഗങ്ങളും തന്നെക്കുറിച്ച് പറയുന്നത് കേട്ട് മിൻകി ദുഃഖിതയാകുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തിനുണ്ടായ അപകടത്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ വേറെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? നോക്കൂ, ഇത് 3ാമത്തെ മാനാണ്. നിന്നെ വിവാഹം കഴിച്ചപ്പോൾ തന്നെ ഇവനും വികലാംഗനായി. ശരിയാണ്, ഇത് 3ാമത്തെ തവണയാണ്. അതുകൊണ്ട് എനിക്കത് നിഷേധിക്കാൻ കഴിയില്ല. പറയൂ, നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? നീ ഈ കാടിന്റെ നല്ലതിനു വേണ്ടി ഇതെങ്കിലും ചെയ്യ്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഓടിപ്പോവൂ. അതെ അതെ, നീ പോയതിനു ശേഷം നിന്റെ 3 ഭർത്താക്കന്മാരും സുഖം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇത് കേട്ട് മാനിന് ഒരുപാട് സങ്കടമായി. അവൾ അപ്പോൾ തന്നെ എണീറ്റ് മുന്നോട്ട് പോയി. നടന്നു പോകുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും തുടർച്ചയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആരേ സഹോദരി മാനെ, എവിടെയാ പോകുന്നത്? നീ വളരെ വിഷമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഉറപ്പായും ചെയ്യണം. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ കിഡ്സ് വൺ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെ, ഞാൻ വളരെ ദുഃഖിതയാണ്. ഇന്ന് വരെ ഞാൻ 3 വിവാഹം കഴിച്ചു. ആ വരന്മാരുടെ 4 കാലുകളുടെയും ശക്തി ക്ഷയിച്ച് വികലാംഗരായി. സത്യത്തിൽ ഞാനൊരു നിർഭാഗ്യവതിയായ മാനാണ്. ഇതെല്ലാം ഉപയോഗശൂന്യമായ കാര്യങ്ങളാണ്. നിനക്ക് ഈ കാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നീ ബ്ലൂ വേൾഡിലേക്ക് പോകൂ. ബ്ലൂ വേൾഡ്? അതെ, ബ്ലൂ വേൾഡിൽ വരൂ. ഞാൻ നിന്നെ കൊണ്ടുപോകാം. കരിമ്പുലി മിൻകി മാനിനെയും കൂട്ടി ബ്ലൂ വേൾഡിൽ എത്തിച്ചേർന്നു. മാൻ കാട്ടിലേക്ക് വരുന്നത് കണ്ട് എല്ലാ മൃഗങ്ങളും ആശ്ചര്യപ്പെട്ടു. അല്ല, ഇതേതാ പുതിയൊരു മാനാണെന്ന് തോന്നുന്നു. അതെ, ഈ മാനിന്റെ പേര് മിൻകി എന്നാണ്. കരിമ്പുലി അവളെയും കൊണ്ട് മാനമ്മയുടെ ഗുഹയിലേക്ക് എത്തി. അവിടെ മാനമ്മ തന്റെ മകന്റെ അടുത്തിരിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും നിലത്തിരിക്കുകയായിരുന്നു. ആഹാ, നീ ആരാണ് മോളെ? ഞാൻ ഒരു നിസ്സഹായയായ മാനാണ്. എന്റെ കാട്ടിലെല്ലാവരും എന്നെ ഒരു നിർഭാഗ്യവതിയായി കാണുന്നു. നിർഭാഗ്യവതിയോ? അതെന്തുകൊണ്ടാണ്? ഞാൻ ഏത് മാനിനെ വിവാഹം ചെയ്താലും അടുത്ത ദിവസം അതിന്റെ കാല് തളർന്നു പോകുന്നു. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് എന്നെ കാട്ടിലെല്ലാവരും നിർഭാഗ്യവതിയായി കണക്കാക്കുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇത് കേട്ട് മാനമ്മയുടെ മുഖത്ത് സന്തോഷം വന്നു. അല്ല, ഇങ്ങനെയുള്ള വാർത്ത കേട്ട് താങ്കൾക്ക് എന്തിനാണ് സന്തോഷം വരുന്നത്? നീയാണ് എന്റെ മോളെ.
എന്റെ മോന്റെ വധുവാകുന്നത്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? അങ്ങയുടെ മോനും എന്റെ കൂടെയുള്ള വിവാഹത്തിന് ശേഷം ശരീരത്തിന് മോശം അവസ്ഥ വന്നാ പിന്നെ എന്ത് ചെയ്യും? എന്റെ മകന്റെ അവസ്ഥ ആദ്യമേ തന്നെ മോശമാണ്. നീ സ്വയം നിർഭാഗ്യവതിയായി കരുതുന്നു. ഇത് പൂർണ്ണമായും തെറ്റാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? നീ എന്റെ മോനെ വിവാഹം കഴിക്കൂ, നിനക്ക് എല്ലാം മനസ്സിലാകും. അപ്പോൾ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. അവർ മാനുകളെ വിവാഹം കഴിപ്പിച്ചു. മോനെ, ഒന്ന് എണീക്കാൻ ശ്രമിക്കൂ. ശരിയമ്മേ, ഞാൻ ശ്രമിക്കാം. മാനമ്മയുടെ മകൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അത് സാധ്യമായി. ഇത് കണ്ട് മിങ്കി മാൻ ആശ്ചര്യപ്പെട്ടു നിന്നു. ബാക്കി എല്ലാ മൃഗങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞാനിത് എന്താണ് കാണുന്നത്? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോളെ, ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്റെ മകൻ ജനിച്ചപ്പോൾ അവന്റെ 4 കാലുകളും പ്രവർത്തിച്ചിരുന്നില്ല. ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. പിന്നീട് ഒരു ദിവസം ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. അമ്മേ ദേവി, ഞാൻ വളരെ വലിയ വിഷമത്തിലാണ്. എന്റെ കുട്ടിയുടെ 4 കാലുകളും ചലിക്കുന്നില്ല. ഈ ദുഃഖം എന്നെ കാർന്നു തിന്നുകയാണ്. വിഷമിക്കേണ്ട മാനമ്മേ, ഒരു മാൻ നിങ്ങളുടെ കാട്ടിലേക്ക് വരും. അവളെ വിവാഹം കഴിച്ചതിനു ശേഷം നിങ്ങളുടെ കുട്ടി സുഖപ്പെടും. ആ മാനിന് സ്വയം അവൾ നിർഭാഗ്യവതിയാണെന്ന് തോന്നുന്നുണ്ടാവും. നിന്റെ മോനെ കല്യാണം കഴിച്ചതിനു ശേഷം അവളുടെ ഈ തെറ്റിദ്ധാരണയും ശരിയാകും. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകും. ഇത് കേട്ട് മിങ്കി മാൻ വളരെ സന്തോഷവതിയായി. അപ്പോൾ അവൾക്ക് ചിലത് ഓർമ്മ വന്നു. എന്നാൽ ഞാൻ നിർഭാഗ്യവതി അല്ല എങ്കിൽ മുൻപത്തെ കാട്ടിൽ ഞാൻ വിവാഹം കഴിച്ച മാനുകൾ എങ്ങനെയാണ് അവരുടെ 4 കാലുകളും വൈകല്യമുള്ളതായി മാറിയത്? അങ്ങനെ സംഭവിച്ചത് നിന്റെ വിവാഹം എന്റെ മോനോടൊപ്പം നടക്കേണ്ടതുകൊണ്ടാണ്. ഇനി നീ എന്നോടൊപ്പം ആ കാട്ടിലേക്ക് വരൂ, എല്ലാം ശരിയാക്കി തരാം. അപ്പോൾ മിങ്കിമാനും ഭർത്താവും മാനമ്മയോടൊപ്പം പഴയ കാട്ടിലെത്തി. മിങ്കിയുടെ 3 ഭർത്താക്കന്മാരും നിലത്തിരിക്കുകയായിരുന്നു. ധാരാളം മൃഗങ്ങൾ അതിന്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. വന്നോ വീണ്ടും നിർഭാഗ്യവതി? ഇന്ന് ആരെ ഇല്ലാതാക്കാനാ വന്നത്? ഇതെന്റെ ഭാര്യയാണ്. അവളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കൂ. ഇത് നിന്റെ ഭാര്യയാണെങ്കിൽ നീ എങ്ങനെയാ ഇപ്പോഴും ഓക്കെ ആയിരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കൂ. എന്നിട്ട് സ്വയം നോക്കൂ, എന്റെ മരുമകൾ നിർഭാഗ്യവതി അല്ല. മിൻകി മോളെ, ഈ 3 മാനുകളുടെയും കഴുത്തിൽ നിന്റെ വാലുകൊണ്ട് തൊടൂ. ഇത് കേട്ട് മിൻകി മാൻ അതുപോലെ ചെയ്തു. അവളുടെ വാൽ തട്ടിയതും അവർ 3 പേരും എഴുന്നേറ്റ് സ്വന്തം കാലുകളിൽ നിന്നു. അത്ഭുതമാണ്. നമ്മളോട് ക്ഷമിക്കൂ മിങ്കിമാനെ. നമ്മൾ നിർഭാഗ്യവതിയായി കണ്ടു. ഇനി ഞാൻ പോകുന്നു. മിൻകി മാൻ എല്ലാവരോടും യാത്ര ചോദിച്ചു. എന്നിട്ട് തന്റെ ഭർത്താവിനോടും ഭർത്തൃമാതാവിനോടുമൊപ്പം ഭർത്തൃഗൃഹത്തിലേക്ക് പോയി. അതിനുശേഷം അവൾ അവിടെ പൂർണ്ണ ബഹുമാനത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി.